തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ടയിന്മേൽ അടയിരിക്കുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. അവയുടെ മുട്ട തിന്നുന്നവൻ മരിക്കും. മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുണ്ടാക്കിയത് മനുഷ്യർക്ക് പുതയ്ക്കാനാവില്ല. അവർ പ്രവർത്തിക്കുന്ന അകൃത്യമാണ്. അവരുടെ കരങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നു. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് കുതിക്കുന്നു. നിരപരാധരുടെ രക്തം ചൊരിയുന്നതിന് അവർ വെമ്പൽ കൊള്ളുന്നു. അവർ അകൃത്യം നനയ്ക്കുന്നു. ശൂന്യതയും നാശവുമാണ് അവരുടെ പെരുവഴികളിൽ. സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്. അവരുടെ വഴികളിൽ നീതി അശേഷമില്ല. അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല. എന്തെല്ലാം ദോഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കി. അണലിയുടെ മുട്ടയിന്മേൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും, അതാണല്ലോ അതിൻ്റെ അർത്ഥം, അവ ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. അവയുടെ മുട്ട തിന്നുന്നവൻ മരിക്കും. മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. ഇതൊക്കെ വായിച്ചിട്ട് വേണം നമ്മൾ സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണത്തിലേക്ക് വരാൻ. അണലി സന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയാൻ സ്നാനം മതിയെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാണ്? ഈ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ അങ്ങ് കടന്നുപോയാൽ ഈ പാപത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കുമെന്നൊരു ധാരണ അന്നത്തെ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വിളിച്ചത്, ഇതുപോലെയുള്ള അനുഭവമുള്ളവരെ വിളിച്ചത്, ഈ അണലിമുട്ടയിൽ അടയിരിക്കുന്ന ചിലന്തി വല നെയ്യൊക്കെ ചെയ്യുന്ന മനുഷ്യരിപ്പോഴും ഉണ്ട്. അവരാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നത്. അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്തൊക്കെയോ നേടി എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, യെശയ്യാപ്രവചനം 59:9 വാക്യം പറയുന്നു, നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു. അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പിത്തടയുന്നു. അരണ്ട വെളിച്ചത്തിൽ എന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു. ഊർജ്ജസ്വലരുടെ ഇടയിൽ ഞങ്ങൾ മൃതപ്രായരാണ്. ഞങ്ങൾ കരടികളെ പോലെ മുരളുകയും പ്രാവുകളെപ്പോലെ കുറുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, എന്നാൽ ലഭിക്കുന്നില്ല. രക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്നു, അത് വിദൂരത്താണ്. ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുൻപിൽ വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു, കർത്താവിനെ നിഷേധിക്കുന്നു, ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു. മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും പറയുകയും ചെയ്യുന്നു. നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, ന്യായം വിദൂരസ്ഥത്ത് നിൽക്കുന്നു. സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു, സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല. സത്യം ഇല്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അതവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്നും അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി.
സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. പ്രിയമുള്ളവരെ, ദൈവം ഈ ചുറ്റുപാടിലേക്ക്, സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ദോഷമുള്ളതായി കാണുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മിൽ പാപബോധമുണ്ടാക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രത്യേകത. നമ്മിൽ പാപബോധമുണ്ടാക്കുന്നു. സങ്കീർത്തനം 38:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു, അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ തലയ്ക്ക് മുകളിൽ എൻ്റെ അകൃത്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്, പാപബോധം വരികയാണ്, അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ങാൻ, ചുമക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഭാരമേറിയ ചുമടായിരിക്കുന്നു. ഈ ചുമടൊക്കെ ചുമന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ചുമട് ചുമന്ന് കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ തലയ്ക്കും പുറത്തിനൊക്കെ ഭാരം തോന്നുമ്പോൾ ഈ ചുമട് 2 കൈ കൊണ്ട് തലയ്ക്ക് ചെറുതൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പൊക്കി നോക്കും. ഭാരമേറിയ ചുമടാണെങ്കിൽ ഒരിക്കലും പൊങ്ങില്ല. ചിലയിടത്തൊക്കെ അത്താണി ഉണ്ടല്ലോ. വെറുതെ ഒരു സെക്കൻഡ് പോലും കിട്ടാൻ സമയമില്ലാത്ത രീതിയിൽ ഒരാശ്വാസം കിട്ടട്ടെ എന്നോർത്ത് കൈകൊണ്ട് പൊക്കി നോക്കും, പൊങ്ങില്ല. അതിന് മാത്രം, അതാണ് സങ്കീർത്തനം പറഞ്ഞത്, അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുവിച്ചു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 12:10 നമ്മൾ വായിക്കുന്നു, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകുവാനും തയ്യാറായി. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താൻ്റെ മേൽ വിജയം നേടി. രാപകൽ ദൈവമക്കളെ ദുഷിച്ചുകൊണ്ടിരുന്ന യെശയ്യാപ്രവചനം നമ്മൾ 59-ാമത്തെ അധ്യായത്തിൽ വായിച്ചു. അവർ നീതിമാന്മാരെ പിന്തുടരുന്നു. ഇവിടെ അതിന്മേലെല്ലാം വിജയം പ്രാപിച്ചു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. ജീവൻ നൽകാൻ, അതിനുവേണ്ടി പാപത്തോട് പോരാടുന്നതിന് ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കർത്താവ് വീണ്ടെടുത്തു എന്ന വിശ്വാസത്തോടു കൂടി പാപങ്ങളെ ഉപേക്ഷിച്ച് പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുവേ, എൻ്റെ ജീവിതം യെശയ്യാപ്രവചനം 59-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടതുപോലെ ഒത്തിരി പാപങ്ങളിലൂടെ, ഒത്തിരി തിന്മകളിലൂടെ കടന്നുപോയി. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരം രക്തപങ്കിലമാണ്, എൻ്റെ വിരലുകൾ അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നാൽ ഇന്ന് ഞാൻ നീതി അന്വേഷിക്കുന്നു, സമാധാനം അന്വേഷിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിലിരിക്കുന്നു. എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. ഞാനാകെ വളരെയധികം പ്രയാസത്തിലാണ് നാഥ. എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും സ്വന്തം ക്രിസ്തു സാക്ഷ്യത്തിലൂടെ ലോകത്ത് ധൈര്യമായി നിൽക്കുവാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരെ പോലെ, രക്തസാക്ഷികളെപ്പോലെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന് വേണ്ടി രക്തം ചിന്തിയ സഹദാമാരെ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് പുണ്യപ്രദമായ ജീവിതം നയിക്കുവാൻ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവനെ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.